നമസ്കാരം. ഇന്നൊരു പുതിയ കഥ പറയാൻ വരുവാണ്. കഥ കുറച്ച് കാര്യമാവും, പക്ഷെ ആദ്യം കഥ കേൾക്കാം. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നേൽ വറീതുകുട്ടി മകൻ ഞാലിക്കുന്നേൽ ഔതക്കുട്ടിയുടെ കഥയാണ്. കഥ ആരംഭിക്കുന്നത് പാലായിലെ കുന്നേൽ വറീതുകുട്ടിക്ക് 8 മക്കൾ. അതിനകത്ത് 4-മനായ ഔതക്കുട്ടിയെ പറ്റിയുള്ളതാണ് കഥ. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ നമ്മുടെ കുന്നേൽ വറീതച്ചായനടുത്ത് വഴക്കിട്ട് ഭാര്യയായ ത്രേസ്യാമ്മച്ചിയുടെ കൈയും പിടിച്ച് ഇവിടുന്ന് നേരെ മലബാറിലേക്ക് വണ്ടി കയറി. മലബാറിലേക്ക് കുടിയേറി. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ വീടും പേരിട്ടു, ഞാലിക്കുന്നേലിന് പേരിട്ട് അങ്ങനെ ഔതക്കുട്ടിച്ചായനും നമ്മുടെ ത്രേസ്യാമ്മച്ചിയുടെ കൂടെ താമസിക്കുന്നു. അവർക്ക് 4-5 പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചുനാളിൽ തന്നെ ഔതക്കുട്ടിച്ചായൻ 4-5 പിള്ളേരായി കഴിഞ്ഞപ്പോഴത്തേന് ഔതക്കുട്ടിച്ചായൻ അങ്ങ് മരിച്ചുപോയി. ഔതക്കുട്ടിച്ചായൻ മരിച്ചു പോയപ്പോഴത്തേന് നമ്മുടെ അനുശോചനം അറിയിക്കാനൊക്കെ മക്കൾ വന്നു, മറ്റേ സഹോദരന്മാരെ വറീതച്ചായൻ്റെ. അങ്ങനെ സഹോദരന്മാർ വന്ന പോളുകുട്ടിച്ചായനും അവനാച്ചായനും നമ്മുടെ ലൂക്കോച്ചായനും എല്ലാ ചായന്മാരും എല്ലാം കൂടെ വന്ന് അവർ വന്നിട്ട് അനുശോചനം എഴുതി. അവിടെ അനുശോചനക്കുറിപ്പായിട്ട് എഴുതി വെച്ച്, പണ്ട് ഞങ്ങളുടെ ഔതക്കുട്ടിച്ചായനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ മലയിൽ വന്നു, കൂപ്പിൽ വന്നു, തടി മുറിച്ചു, ആനയെ വെടിവെച്ചു, കടുവയെ പിടിച്ചു, അങ്ങനെ എല്ലാം പിടിച്ചു. ഞങ്ങളങ്ങനെ ഒരുമിച്ച് പോയി അവിടെ വെടിവെച്ചു. ഒരാൾ എഴുതി ഞങ്ങളുടെ ഔതക്കുട്ടിച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുന്ദരനും സുമുഖനുമായിരുന്നു. അങ്ങനെ സൗന്ദര്യം വഴിച്ചൊഴുകുന്ന ആളായിരുന്നു. അങ്ങനെ ഭയങ്കര വളരെ അവർ ആകൃഷ്ടനായിരുന്നു. എന്നാലും ഞങ്ങളുടെ ത്രേസ്യാമാമയെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി കുറിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് അപ്പം പിള്ളേരെ നോക്കണമല്ലോ. അപ്പം നമ്മുടെ ത്രേസ്യാമാമയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ത്രേസ്യാമാമയ്ക്ക് അമേരിക്കയ്ക്ക് ഒരു വിസ കിട്ടി. ത്രേസ്യാമാമ അമേരിക്കയിലും പോയി. അമേരിക്ക പോയപ്പോൾ ഈ 4-5 പിള്ളേരെ നോക്കണ്ടായോ. ഇപ്പോൾ ഈ പാലായിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് മലബാറി പിള്ളേരെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പോൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ത്രേസ്യാമാമ എന്ന് പറയുന്ന ഈ പിള്ളേരെ ഏൽപ്പിച്ചു നോക്കാൻ. നമ്മുടെ ത്രേസ്യാമാമ ഏൽപ്പിച്ചെന്ന്. അപ്പം ത്രേസ്യാമാമ ഇവിടെ പിള്ളേരെ നോക്കുക. അപ്പം പിള്ളേരെ നോക്കുമ്പം ത്രേസ്യാമാമയുടെ അടുത്ത് അവിടെ എന്തായാലും അമ്മയാണല്ലോ. അപ്പം നമ്മുടെ ത്രേസ്യാമാമ ഇങ്ങനെ ലില്ലിക്കുട്ടിയെ മാമയ്ക്ക് എഴുതും, പിള്ളേരുടെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ചെറുക്കന്മാരാണെങ്കിൽ മഹാവികൃതികളാണ്. ആ പെങ്കൊച്ചാണെങ്കിൽ വികൃതിക്ക് കൈയും കാലും വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കണം അവർക്ക്. ആ ചെറുക്കനാണെങ്കിൽ മഹാവികൃതിയാന്ന് പറഞ്ഞ് ചിലപ്പോൾ എടുത്ത് കിണറ്റിനെക്കാളും ചാടിക്കളയാ, കിണറ്റിന് മൂടിയിടണം. ഞാൻ പൈസ അടുത്ത മാസം അയച്ചു തരാം. അതേപോലെ ആ ഇളയ ഇറക്കനാണെങ്കിൽ എപ്പോഴും വിരയുടെ കുത്തുള്ളതാണ്. അപ്പോൾ അവൻ്റെ ആ വിര ഇളക്കുന്ന കാര്യം മറന്നു പോലും. മറ്റേ പെൺകൊച്ചിനാണെങ്കിൽ ഏത് സമയവും പനിയാ, മൂക്കളെ ഒലിപ്പിച്ച് നടക്കത്തേ ഉള്ളൂ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മാമ്മയുടെ ആകുലതകളും വ്യസനങ്ങളും ഒക്കെ പിള്ളേരെ പറ്റിയുള്ളതെല്ലാം ഇങ്ങനെ എഴുതി ലില്ലിക്കുട്ടി അമ്മാമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ലില്ലിക്കുട്ടി അമ്മാമ്മ അതെല്ലാം എടുത്തു വെച്ചു, വായിച്ചു. അതേപോലെ പിള്ളേരെ നോക്കി. അങ്ങനെ കാലം കുറേ കഴിഞ്ഞ് ലില്ലിക്കുട്ടി അമ്മാമ്മയൊക്കെ മരിച്ചു. പിള്ളേരൊക്കെ വളർന്നു, ഭയങ്കര വലുതായി. അവരങ്ങനെ വലിയ നിലയിലായി. അവർ ഒരു 4-5 തലമുറ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പോഴത്തന്നെ ഒരു വലിയ നിലയിലായി. എല്ലാവരും വലിയ കഴിവുള്ളവരായപ്പം അപ്പോൾ അവർക്കൊരു തോന്നൽ വന്നു, ചേട്ടാ ഇതിപ്പോൾ ശരിയാകത്തില്ലല്ലോ, നമ്മുടെ കുടുംബത്തിന് ഒരു ചരിത്രം വേണ്ടേ. അപ്പം നാട്ടിലുള്ള കുടുംബങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കെല്ലാം ഈ ചരിത്രം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്കായിക്കോട്ടെ, നമുക്കൊരു ചരിത്രം വേണമല്ലോ. എന്നാൽ ശരി ആയിക്കോട്ടെ, അങ്ങനെ എന്നാൽ നമുക്ക് കുടുംബയോഗം വിളിക്കാം. അങ്ങനെ കുടുംബയോഗം വിളിച്ച് എല്ലാവരോടും ഒരുമിച്ച് ചേർന്നിരുന്നപ്പോഴാണെങ്കിൽ എല്ലാവരും ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു നമ്മുടെ ചരിത്രം എഴുതണം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ചരിത്രം എഴുതും? അപ്പോൾ 4-5 തലമുറയ്ക്ക് മുമ്പിലത്തെ കാര്യമല്ലേ. അപ്പോൾ അന്നേരം പറഞ്ഞു, ഞാൻ പഴയ വെട്ടി തപ്പിയപ്പോൾ ലില്ലിക്കുട്ടി അമ്മാമയൊക്കെ കിട്ടിയ അമ്മച്ചി എഴുതിയ കുറേ എഴുത്തൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നടാ അതെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ പറഞ്ഞു, ഇത് നമ്മുടെ നമ്മുടെ ഇപ്പാപ്പനും വല്യപ്പനും ഒക്കെ എഴുതിയ നമ്മുടെ പോളച്ചായനും പോളുകുട്ടിച്ചായനും ലൂക്കോച്ചായനും ഒക്കെ എഴുതിയ കുറേ കാര്യങ്ങൾ എഴുത്തൊക്കെ ഈ കളിക്കുന്നത് അത് എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു, ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ശരി, നമുക്കൊരു കാര്യം ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് വെച്ചേച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കഥ അങ്ങ് എഴുതാന്നേ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് വന്നതും ഇവിടെ താമസിച്ചതും എങ്ങനെയായിരുന്നെന്നും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ എങ്ങനെയായിരുന്നെന്നും ഒക്കെ വല്യപ്പച്ച എങ്ങനെയായിരുന്നെന്നൊക്കെ നമുക്ക് അങ്ങ് എഴുതാടേ എന്ന് പറഞ്ഞ് അങ്ങനെ അവരൊരു ചരിത്രം എഴുതി. അതൊരു പുസ്തകമാക്കി. അപ്പോൾ പ്രമാണിമാരായിട്ടുള്ള ഈ പ്രമാണിമാർക്കിടയിലും മഹാപ്രമാണിമാരുള്ളൂ. അപ്പം മഹാപ്രമാണിമാർ പറഞ്ഞ്, ചേട്ടാ ഇതിപ്പോൾ നമ്മൾ മലബാറി വന്ന കഥയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഔതക്കുട്ടിച്ചാൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയണമെന്ന്, ഏത് കുടുംബക്കാരനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുന്നേലെ വറീച്ചാൻ്റെ നമ്മുടെ വല്യപ്പച്ചൻ്റെ അപ്പൻ്റെ ഇത് വേണ്ടേ, ചരിത്രം വേണ്ട. ശരി എന്നായിക്കോട്ടെ. അപ്പോൾ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കൂട്ടത്തിൽ നമ്മുടെ കുന്നേലെ
ഫാമിലിയുടെ ചരിത്രവും കൂടെ വെച്ചേക്കാം. അങ്ങനെ ഈ 2 ചരിത്രവും കൂടെ എടുത്ത് ഒരുമിച്ചാക്കി വെച്ചു. അപ്പോൾ കുറച്ച് ആൾ ഇങ്ങനെ ഇത് 2ആയിട്ടിരുന്നു. അപ്പം പിന്നെ വന്ന തലമുറയ്ക്ക് ഈ 2 പുസ്തകം ചുമന്നുകൊണ്ട് കിടക്കണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്ത് 2 കൂടെ ചേർത്ത് വെച്ച് ഒറ്റ പുസ്തകമാക്കാം. അങ്ങനെ അവർ 2 പേരോടെ ചേർത്ത് വെച്ച് ഒരുമിച്ചാക്കി. എന്നാൽ കുന്നേ ഫാമിലിയുടെ ചരിത്രമൊന്നും കുന്നേ ഫാമിലിയുടെ ചരിത്രമൊന്നും പറഞ്ഞ് 2ആയിട്ട് തന്നെ അങ്ങ് വെച്ചു. അതങ്ങനെ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ബൈബിള്. ഇത് ബൈബിളിൻ്റെ കഥയാണ്. എന്താണ് ബൈബിളിൻ്റെ കഥ? ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും എഴുതിയ ചരിത്രങ്ങൾ അന്നത്തെ ആദിമ സഭ എടുത്തു, അത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഒരു ക്രിസ്തുവിന് ശേഷം 4 തലമുറ കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് ശേഷം 4-ാം നൂറ്റാണ്ടായപ്പോൾ നമ്മുടെ സഭാപിതാക്കന്മാർ ചേർന്നിട്ട് അതിനെ ക്രോഡീകരിച്ചു. അവർ കുറച്ച് പുസ്തകങ്ങൾ മാത്രം എടുത്ത് 200ഓളം പുസ്തകങ്ങളിൽ നിന്ന് ഒരു 27 പുസ്തകം മാത്രം എടുത്തിട്ട് അവരൊരു ചരിത്രം, അതായത് ക്രിസ്തുവിൻ്റെ സഭയുടെ ഒരു ചരിത്രം അവിടെ എഴുതി വെച്ചു. അതിന് പുതിയ നിയമമെന്ന് പേരിട്ടു. അപ്പോൾ ക്രിസ്തു ആരാണ് എന്നറിയണം. ക്രിസ്തുവിൻ്റെ യഹൂദ പശ്ചാത്തലം അറിയുന്നതിന് വേണ്ടിയിട്ട് ആ പഴയ നിയമം അതിൻ്റെ കൂടെ എടുത്തു വെച്ചു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് 2 കൂടെ ചുമന്നുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് 2 കൂടെ ചേർത്ത് ഒറ്റ പുസ്തകമാക്കി നമുക്ക് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് അവർ തന്നു. ഇതാണ് ബൈബിളിൻ്റെ കഥ. അപ്പോൾ ഇതിങ്ങനെ, അതായത് സഭയുടെ പുസ്തകമാണ് ബൈബിൾ. എന്തുകൊണ്ട് സഭയുടെ പുസ്തകമാണ്? ഇത് സഭയുടെ ക്രിസ്തുവിനെ പറ്റിയും സഭ സ്ഥാപിച്ച ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ക്രിസ്തുവിനെ സ്ഥാപിച്ച സഭയെ പറ്റിയുള്ള ക്രിസ്തു ശിഷ്യന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും എഴുത്തുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ ഉള്ളത്. ഇനി ഇതിനൊരു ടെയിലൻ്റുണ്ട്. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടെയിലൻ്റ് കഥ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം തലമുറകൾക്ക് ശേഷം നമ്മുടെ ഒരു മാത്തുക്കുട്ടിച്ചായൻ, ആ കുടുംബത്ത് ഉള്ള ഒരാളുടെ പേരായിരുന്നു മാത്തുക്കുട്ടിച്ചായൻ. മാത്തുക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തുക്കുട്ടിച്ചായൻ കള്ളുടിയനാണ്, മഹാ കള്ളുടിയനാണ്. അപ്പോൾ മാത്തുക്കുട്ടിച്ചായൻ ആണെങ്കിൽ എല്ലാം വിറ്റ് പറക്കി കള്ളു കുടിക്കും. ആ കൂട്ടത്തിൽ ഇങ്ങനെ പെണ്ണുമ്പിള്ളയായിട്ട് പിണങ്ങി ഈ ഇരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് നമ്മുടെ ചെത്തുകാരൻ ചാന്തൻ്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെച്ച് കള്ളു കുടിച്ച് ചാന്തനാണെങ്കിൽ ഇത് കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ച് വെച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്തുക്കുട്ടിച്ചാൻ്റെ സാധനമല്ലല്ലോ, അത് നാളെ മാത്തുക്കുട്ടിച്ചാൻ വന്നാൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഇത് കൊണ്ടുപോയി ചാന്തൻ പെട്ടി വെച്ച് പൂട്ടി പൈസ വരുമ്പോൾ തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഇത് കുറച്ച് കാലത്തേക്ക് മാത്തുക്കുട്ടിച്ചായം പോയതുമില്ല, ഇത് മേടിച്ചതുമില്ല. അപ്പോൾ എന്താ ഈ പുസ്തകം അതിനകത്തിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ചാന്തൻ അങ്ങ് മരിച്ചു. ചാന്തൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അവർ വിചാരിച്ച അപ്പൻ്റെ എന്നാ ബാക്കി നമ്മൾ ഇനി വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തട്ടി കൊണ്ടിട്ട് നോക്കിയപ്പോൾ കാണാം ഈ പുസ്തകം അതിനകത്തിരിക്കുന്നു. അപ്പം ചാന്തൻ്റെ പിള്ളേർ അറിയത്തില്ലല്ലോ എന്തോ സാധനമൊന്നും. അപ്പം ചാന്തൻ്റെ പിള്ളേർ വിചാരിച്ചു ഇത് നമ്മുടെ ചാന്തൻ്റെ കുടുംബ ചരിത്രം എഴുതിയേക്കുവാന്ന്. അങ്ങനെ ചാന്തൻ്റെ കുടുംബ ചരിത്രം എഴുതിയേക്കുവാന്ന് പറഞ്ഞു വെച്ചാൽ ചാന്തൻ്റെ പിള്ളേർ ഇതെടുത്ത് വെച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഞാലിക്കുന്നേൽ ഞങ്ങളുടെ വല്യപ്പനാണ്, ആ ഞാലിക്കുന്നേൽ അവതക്കുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ വല്യപ്പനാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഈ ത്രേസ്യാമാമ എന്ന് പറയുന്നത് ഞങ്ങളുടെ വല്യമ്മച്ചിയാണ്. നോക്കാൻ നിന്ന ലില്ലിക്കുട്ടി അമ്മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വല്യമ്മച്ചിയാണ്. ഞങ്ങളുടെ മുൻ തലമുറയിലുള്ള മക്കളെ നോക്കാൻ നിർത്തിയിരുന്ന ലില്ലിക്കുട്ടിയമ്മയാണ്, ജോലിക്കാരിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ അവർ വിശ്വസിക്കുന്നു. എന്നിട്ട് അവർ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്നു. ഇതാണ് പെന്തിക്കോസുകാർ. എന്താ സഭയുടെ മക്കൾക്ക് വേണ്ടി സഭയുടെ കോണ്ടക്സ്റ്റിൽ നിന്ന് വായിക്കാനുണ്ടാക്കിയ പുസ്തകത്തെ എടുത്ത് വേറൊരു കോണ്ടക്സ്റ്റിൽ കൊണ്ടുപോയി വ്യാഖ്യാനിച്ച് വെച്ച് പെന്തിക്കോസുകാർ പറയുന്നു ഇത് ഞങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്, ഇത് ഞങ്ങളുടെ പുസ്തകമാണ്, ഞങ്ങൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു, ഞങ്ങളായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്നത്, ഇത് ഞങ്ങളുടെ കഥയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കഥയാണ് എന്ന് പറഞ്ഞ് അവരിപ്പോൾ ഇതെടുത്ത് പ്രസംഗിച്ച് അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതുപോലെ ഞാലിക്കുന്ന ഫാമിലിക്കാരോട് പറയുകയാണ്, അല്ലടാ നിങ്ങളല്ല ഞങ്ങളാണ്, അതായത് ചാന്തൻ്റെ മക്കളായ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉടമസ്ഥർ. മനസ്സിലായല്ലോ? അപ്പം മനസ്സിലാക്കിക്കോ. ഓക്കെ, മനസ്സിലാക്കിക്കോ.